കർത്താവിൻ്റെ ധന്യവും പരിശുദ്ധമായ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. ഒരുമിച്ച് ദൈവസന്നിധിയിൽ ഇങ്ങനെ നമുക്കായിരിക്കാൻ കർത്താവ് നമുക്ക് തരുന്ന നല്ല അവസരത്തിനായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ചില ആഴ്ചകളായിട്ട് നമ്മൾ എബ്രായ ലേഖനം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ കഴിഞ്ഞ ആഴ്ചയിൽ എബ്രായ ലേഖനം 8-ാം അധ്യായം പൂർത്തീകരിപ്പാൻ കർത്താവ് നമുക്ക് കൃപ നൽകി. എബ്രായ ലേഖനം പ്രത്യേകിച്ച് 8-ാം അധ്യായത്തിൽ വരുമ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം അത് പ്രത്യേകിച്ച് പറഞ്ഞിരുന്നു. അതുവരെ പറഞ്ഞ 1 മുതൽ 7 വരെ അധ്യായത്തിൽ പറഞ്ഞതിൻ്റെ ഒരു ചുരുക്കം, അതിൻ്റെ ഒരു ചെറിയ മെസ്സേജ് നമുക്ക് ഈ 8-ാം അധ്യായത്തിൽ കാണുവാൻ കഴിയും. എന്താണ് 1 മുതൽ 7 വരെ അധ്യായത്തിൽ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ അധ്യായം തുടങ്ങുന്നത് നിങ്ങൾ നോക്കണം. കഴിഞ്ഞ ദിവസം നമ്മളത് നോക്കിയതാണ്. 8-ാം അധ്യായം 1-ാം വാക്യം, നാം ഈ പറയുന്നതിൻ്റെ സാരം എന്തെന്നാൽ, ഇംഗ്ലീഷ് ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്, നൗ ദ മെയിൻ പോയിന്റ് ഇൻ വാട്ട് ഹാസ് ബീൻ സെഡ് ഇൻ ദീസ് എന്ന് പറയുന്നത് ഇതുവരെ പറഞ്ഞതിൻ്റെ ഒരു പൂർണ്ണ രൂപം മനോഹരമായി ചിത്രീകരിക്കുന്ന, അതുകൊണ്ട് ഈ 8, 9, 10 അധ്യായങ്ങൾ ഒരുമിച്ച് നമ്മളതിനെ മനസ്സിലാക്കേണ്ടതാണ്. നമ്മൾ ഈ 9-ാം അധ്യായത്തിലേക്ക് കഴിഞ്ഞ ദിവസം 8-ാം അധ്യായം നമ്മൾ പഠിച്ചു. എന്താണ് പറഞ്ഞു വരുന്നത്? ജീസസ് അവർ ബെറ്റർ കവനൻ്റ് എന്നുള്ളതാണ് 8-ാം അധ്യായത്തിൽ നാം കാണുന്നത്. 9-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ സമാഗമന കൂടാരത്തിൽ യേശുക്രിസ്തു എങ്ങനെയാണ് നിഴലായി നിൽക്കുന്നത്, അല്ലെങ്കിൽ സമാഗമന കൂടാരത്തെ എടുത്തു കഴിഞ്ഞാൽ അവിടെ യേശുക്രിസ്തു ആ കവനൻ്റിനോടുള്ള ബന്ധത്തിൽ സമാഗമന കൂടാരത്തിൽ നമുക്ക് യേശുക്രിസ്തുവിനെ എങ്ങനെ കാണുവാൻ കഴിയുമെന്നും, നിഴലല്ല പൊരുളാണ് വലുത് എന്ന് അവസാനത്തെ ഇതിൽ പറഞ്ഞു നിർത്തുന്ന ഒരു അധ്യായമാണ് 9-ാം അധ്യായം. പ്രത്യേകിച്ച് യഹൂദന്മാരോടുള്ള ബന്ധത്തിൽ സമാഗമന കൂടാരമാണ് അവർക്ക് ഏറ്റവും വലുത്. കാരണം അതിനപ്പുറമായ അൾട്ടിമേറ്റായിട്ടുള്ള ഒരു സത്യം അവർക്കില്ല. അവർക്ക് വെളിപ്പെട്ട ഏറ്റവും വലിയ സത്യവും ദൈവം അവർക്ക് നൽകിയ, കാരണം അത് പറയുന്നുണ്ട്, മോശയോട് ദൈവം കാണിച്ചു കൊടുത്ത മാതൃക പ്രകാരം, ദൈവം കാണിച്ചു കൊടുത്തതായ അളവിൻ പ്രകാരം പണിതതായ ഒരു സമാഗമന കൂടാരമാണ്. അതുകൊണ്ട് അത് പെർഫെക്റ്റാണ്. അത് അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും തികവേറിയതുമാണ്. എന്നാൽ ഇവിടെ ലേഖനകർത്താവ്, എബ്രായ ലേഖനകർത്താവ് അതിലും തികവേറിയ ഒന്നിനെ യേശുക്രിസ്തുവിലൂടെ കാണിക്കുവാനാണ് ഈ ലേഖനത്തിലൂടെ പ്രത്യേകിച്ച് 9-ാം അധ്യായത്തിൽ ശ്രമിക്കുന്നത്. അതിന് നമുക്ക് 3 നമുക്ക് ഈ അധ്യായത്തെ, ദിസ് ചാപ്റ്റർ ക്യാൻ ബി ഡിവൈഡഡ് ഇൻ ടു 3 മെയിൻ ഏരിയാസ്. ഒന്ന്, ഓൾഡ് സാഞ്ചുറി വേഴ്സസ് ന്യൂ സാഞ്ചുറി, ഓൾഡ് സർവീസസ് വേഴ്സ് ന്യൂ സർവീസസ്, ഓൾഡ് സിഗ്നിഫിക്കൻസ് വേഴ്സ് ന്യൂ സിഗ്നിഫിക്കൻസ്. അപ്പം ഈ ഭാഗത്തിലൂടെയാണ് നമ്മൾ ഇന്നത്തെ ബൈബിൾ സ്റ്റഡിയിൽ മുമ്പോട്ട് പോകാൻ ആഗ്രഹിക്കുന്നത്. അപ്പം പഴയ വിശുദ്ധ മന്ദിരം എന്നുള്ളതാണ് ഒന്നാമത്തെ ഭാഗം, പഴയ വിശുദ്ധ മന്ദിരം. അതുകൊണ്ട് മുഴുവൻ വായിക്കുന്നില്ലെങ്കിലും അതിൻ്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ നിങ്ങളിൽ ഒരാൾക്ക് വായിച്ചാൽ നമുക്കത് ഒരുമിച്ച് കേൾക്കുവാൻ കഴിയും. 9-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. എന്നാൽ ആദ്യ നിയമത്തിനും ആരാധനയ്ക്കുള്ള ചട്ടങ്ങളും ലൗകികമായ വിശുദ്ധ മന്ദിരം ഉണ്ടായിരുന്നു. ഒരു കൂടാരം ചമച്ച് അതിന്റെ ആദ്യ ഭാഗത്ത് നിലവിളക്കും മേശയും കാഴ്ചയപ്പവും ഉണ്ടായിരുന്നു. അതിന് വിശുദ്ധ സ്ഥലം എന്ന് പേർ. 2-ാം തിരശ്ശീലയ്ക്ക് പിന്നിലോ അതിവിശുദ്ധമെന്ന കൂടാരം ഉണ്ടായിരുന്നു. അതിൽ പൊന്നുകൊണ്ടുള്ള ധൂപകലശവും മുഴുവനും പൊന്നു പൊതിഞ്ഞ നിയമപ്പെട്ടകവും അതിനകത്ത് മന്ന ഇട്ടുവെച്ച പൊൻപാത്രവും അഹരോന്റെ തളിർത്ത വടിയും നിയമത്തിന്റെ കൽപ്പലകകളും അതിനു മീതെ കൃപാസനത്തെ മൂടുന്ന തേജസ്സിന്റെ കെരൂബുകളും ഉണ്ടായിരുന്നു. അത് ഇപ്പോൾ ഓരോന്നായി വിവരിപ്പാൻ കഴിവില്ല. ഇവ ഇങ്ങനെ നമ്മളിവിടെ കാണുകയാണ്, ഈ ആരാധനയോടുള്ള ബന്ധത്തിൽ പഴയ നിയമത്തിൽ അവർക്ക് നൽകിയിരുന്ന മനോഹരമായ ഒരു ആരാധന ഇടം, അവരെ സംബന്ധിച്ചിടത്തോളം അവർ പ്രശംസിച്ചു കൊണ്ടിരുന്ന അവരുടെ സമാഗമന കൂടാരം. അപ്പം സമാഗമന കൂടാരം പിന്നെ വിശുദ്ധ മന്ദിരമായി മാറി. ശലോമോൻ്റെ കാലത്ത് അതിനെ വിശുദ്ധ മന്ദിരമാക്കി മാറ്റി. ഇതിൻ്റെ 2 ഭാഗങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവ ആലയത്തിനും സമാഗമന കൂടാരത്തിനും പ്രാകാരവും വിശുദ്ധ സ്ഥലവും അതിവിശുദ്ധ സ്ഥലവും ഉണ്ട്.
അപ്പം അങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ സമാഗമന കൂടാരമായിട്ടും വിശുദ്ധ മന്ദിരമായിട്ടും നമുക്ക് എടുക്കുവാൻ കഴിയും. അപ്പം ഈ കാര്യങ്ങളെയെല്ലാം ആദ്യം വിശുദ്ധ ഭാഗത്ത് എന്തുണ്ട്, അതിവിശുദ്ധ ഭാഗത്ത് എന്തുണ്ട്, എന്നിട്ട് 5-ാം വാക്യത്തിൽ എഴുത്തുകാരൻ പറയുന്നത് ഇവ ഓരോന്നായി വിവരിക്കുവാൻ ഇപ്പോൾ സമയമില്ല, പ്രത്യേകിച്ച് അത് കഴിയുന്നതല്ല. പഴയ നിയമത്തിൽ ദൈവം ആലയത്തിനോടുള്ള ബന്ധത്തിൽ വിശുദ്ധ സ്ഥലവും അതിവിശുദ്ധ സ്ഥലവും അവിടുത്തെ ഓരോ ഉപകരണങ്ങളും നൽകിയിരുന്നത് അത് യേശുക്രിസ്തുവിനും വരുവാനിരിക്കുന്ന സത്യത്തിനും നിഴലായിട്ട് ഉള്ളതായിരുന്നു. ഒന്ന് നമുക്ക് നോക്കാം, എന്താണ് ഹോളി പ്ലേസ്. ഒന്ന് ഹോളി പ്ലേസ്. നമുക്ക് ഹോളി പ്ലേസ് എന്താണെന്ന് നോക്കാം. അവിടെ ഉണ്ടായിരുന്നത് വിളക്ക് തണ്ട്, ലാമ്പ് സ്റ്റാൻഡ്. അത് റെപ്രസെൻ്റ് ചെയ്യുന്നത് ദൈവത്തിൻ്റെ പ്രകാശത്തെയാണ്. ദൈവം വെളിച്ചമാകുന്നു. ആ വെളിച്ചത്തിൽ നമുക്ക് എന്താണ് ഒരു വിളക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നഷ്ടപ്പെട്ടു പോയതിനെയും കാണാതിരിക്കുന്നതിനെയും ഇരുട്ടത്തിരിക്കുന്നതിനെയും ഒക്കെ കാണിച്ചു തരുന്നതാണ് ഒരു വിളക്ക്. അപ്പം ഈ ലാമ്പ് സ്റ്റാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് മാത്രമല്ല, അത് അതിൻ്റെ നടുഭാഗമുണ്ട്, അതിൻ്റെ ശാഖകളുണ്ട്, ആ ശാഖകളിൽ നിൽക്കുന്നതായ വിളക്കുകളുണ്ട്. ഇത് മനോഹരമാണ്. അപ്പം നമുക്കറിയാം, ഒരു വിളക്ക് കത്തിക്കുന്നതിലും അല്പം കൂടെ വെളിച്ചം കിട്ടുന്നത് മറ്റൊരു വിളക്ക് കൂടെ കത്തിക്കുമ്പോഴാണ്. അപ്പം 7 വിളക്കുകൾ ഇങ്ങനെ മനോഹരമായി കത്തി നിൽക്കുമ്പോൾ അത് കാണിക്കുന്നത് ഒരു പെർഫെക്ഷനാണ്, പെർഫെക്റ്റ് ലൈറ്റ്. യേശു വന്നപ്പോഴും പറഞ്ഞത്, ഞാൻ വഴിയും സത്യവും ജീവനുമാകുന്നു. യേശുക്രിസ്തുവാണ് സത്യം, ഞാൻ വെളിച്ചമാകുന്നു, ഐ ആം ദ ലൈറ്റ്. അപ്പോൾ പഴയ നിയമത്തിൽ അവർക്ക് നിഴലായി നിന്നിരുന്ന സമാഗമന കൂടാരത്തിൻ്റെ അകത്ത് ഹോളി പ്ലേസിൽ അവർക്കൊരു വിളക്ക് തണ്ടുണ്ടായിരുന്നു. ഇത് എന്തിനെ കാണിക്കുന്നതെന്നറിയാമോ? ദൈവസന്നിധിയിൽ ഒരു പെർഫെക്റ്റ് ലൈറ്റ്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവിന് നിഴലായി നിന്നതായിരുന്നു ഇവയൊക്കെ. അവിടെ ആലയത്തിൽ വരുന്ന ശുശ്രൂഷ ചെയ്യുമ്പോൾ ഈ തിരശ്ശീലിട്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ കവറായി ഇരിക്കുകയാണ്. ഇവിടെ നിൽക്കുന്ന കാര്യങ്ങളൊക്കെ കണ്ട് മനസ്സിലാക്കണമെങ്കിൽ ഈ വിളക്ക് ആവശ്യമാണ്. ഈ വിളക്ക് എപ്പോഴും കത്തിക്കൊണ്ടിരിക്കുകയാണ്, കെട്ടുപോകാതെ ഈ വിളക്ക് നിൽക്കുകയാണ്. പഴയ നിയമത്തിൽ ഈ വിളക്ക് കത്തിക്കുവാൻ ഒരാൾ വേണമായിരുന്നു. അതുകൊണ്ടാണ് സെരുബാബേലിൻ്റെ സമയത്ത് ആലയം പണിയുമ്പോൾ കർത്താവ് ഈ സെരുബാബേലിന്, പ്രത്യേകിച്ച് സഖരിയ പ്രവാചകന്റെ പുസ്തകം 4-ാം അധ്യായത്തിൽ നമ്മളത് കാണുന്നുണ്ട്. വിളക്ക് തണ്ടിൻ്റെ രണ്ട് വശത്ത് 2 ഒലിവ് വൃക്ഷങ്ങൾ നിൽക്കുന്നു, 2 കുടങ്ങളുണ്ട്. അവയിൽ നിന്ന് ഒലിവ് വൃക്ഷത്തിൽ നിന്ന് എണ്ണ നേരിട്ട് വിളക്കിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അത് കാണിക്കുന്നത് ഇനിയും ഈ വിളക്ക് ഒരിക്കലും കെട്ടുപോകാത്ത രീതിയിൽ, സ്വയമായി കത്തത്തക്ക രീതിയിൽ ഒരു വിളക്ക് ആലയത്തിൽ വരുന്നു. ഇത് പഴയ നിയമത്തിൽ അവർക്ക് നിഴലായി നിന്നിരുന്നുവെങ്കിൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അത് സക്കറിയ പ്രവാചകനിലൂടെ കാണുന്ന കാഴ്ച, സക്കറിയാവ് പറയുകയാണ്, ഞാനിതെന്താണെന്ന് മനസ്സിലാക്കുന്നില്ല. ഈ ദൈവസന്നിധിയിൽ നിൽക്കുന്ന 2 പുരുഷന്മാരാകുന്നു ഒലിവ് വൃക്ഷങ്ങൾ. ഈ വിളക്ക് എന്താകുന്നു? ഈ വിളക്ക് കാണിക്കുന്നത് ആരാധന ആലയം മുഴുവൻ നശിപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. ഇനിയും ഈ ആരാധന ആലയത്തിൽ ഒരു വിളക്ക് ഇനി എന്നേക്കുമായി ഒരു പുറത്തുനിന്നുള്ള ഒരു എണ്ണയോ ഒന്നുമില്ലാതെ തന്നെ, ഒരു സഹായവും ഇല്ലാതെ തന്നെ ഈ വിളക്ക് കത്തുന്ന ഒരു സമയം വരുന്നു. അതാണ് നമ്മൾ ഈ വിളക്കിനോടുള്ള ബന്ധത്തിൽ നമുക്കവിടെ കാണുവാൻ കഴിയുന്നത്. രണ്ടാമത്തെ കാര്യം, നമുക്കവിടെ വിശുദ്ധ സ്ഥലത്ത് ഒരു ടേബിളുണ്ട്, ഒരു മേശയുണ്ട്. അത് ദൈവസന്നിധി. മേശ എപ്പോഴും അപ്പം പകരുവാൻ, അല്ലെങ്കിൽ മേശ എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മേശ ഒരുക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, മേശമേലെ ശുശ്രൂഷ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഭൂമിയിൽ ജീവൻ നിലനിർത്തുവാൻ കഴിക്കുന്ന ഭക്ഷണങ്ങൾ വിളമ്പുന്ന ഒരു ഇടമാണ് മേശ. അപ്പം യേശു തന്നെ പറഞ്ഞു, ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവൻ്റെ അപ്പമാകുന്നു. അപ്പം ഈ മേശ നമ്മളെ ഇവിടെ സൂചിപ്പിക്കുന്നത് ദൈവസാന്നിധ്യത്തിലെ ആ അപ്പത്തെയാണ്. ഒരു വ്യക്തിക്ക് ഈ ഭൂമിയിൽ ജീവിക്കുവാൻ അപ്പം ആവശ്യമാണ്, ആഹാരം ആവശ്യമാണ്. സാത്താൻ യേശുവിനെ പരീക്ഷിക്കുവാൻ വന്നപ്പോൾ യേശു പറഞ്ഞൊരു വാക്ക്, അത് വളരെ പ്രസക്തമാണ്. ആവർത്തന പുസ്തകത്തിൽ നിന്ന്, മനുഷ്യൻ ജീവിക്കുന്നത് അപ്പം കൊണ്ട് മാത്രമല്ല, അപ്പം ഈ ഭൂമിയിലെ ജീവിതത്തിന് ആവശ്യമാണ്. ഈ ഭൂമിയിൽ ഏതൊരു
ആ, ജീവനുള്ള ഒരു മനുഷ്യനാകട്ടെ, മൃഗങ്ങളാകട്ടെ, ജന്തുക്കളാകട്ടെ ജീവിക്കുവാൻ അതിന് ആഹാരം ആവശ്യമാണ്. അതിന് നിലനിർപ്പിന് അത്യന്താപേക്ഷിതമായൊരു ഘടകമാണ് ബ്രെഡ് അല്ലെങ്കിൽ അതിൻ്റെ ഭക്ഷണം. അത് ഒരുക്കി വെക്കുന്ന ഒരു ഇടമായിട്ടാണ് ആ ടേബിളിനെ കാണിക്കുന്നത്. എന്നാൽ യേശു യോഹന്നാൻ സുവിശേഷത്തിൽ പറയുന്നു, ഞാൻ ജീവൻ്റെ അപ്പമാകുന്നു. ഒരു മേശ ഒരുക്കി ആ മേശമേൽ കൊണ്ട് അപ്പമാകുമ്പോൾ മാത്രമേ ആ അപ്പം മനുഷ്യന് ഭക്ഷിക്കുവാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ടാണ് പഴയ നിയമത്തിൽ അതിനെ റെപ്രസെൻ്റ് ചെയ്യുവാൻ ഒരാഴ്ച നീണ്ടു നിൽക്കത്തക്ക രീതിയിൽ ഈ കാഴ്ചയപ്പത്തെ, അത് ഞാൻ അടുത്ത ഭാഗത്ത് പറയാം, ഷോ ബ്രെഡ്, അത് കാണിക്കുന്നത് എന്നും ആ ടേബിളിൽ ഒരു ബ്രെഡ് ഇരിക്കുകയാണ്. ആ ബ്രെഡാണ് ഒരിക്കൽ ദാവീദ് കടന്നു എന്ന് താൻ ഓടിപ്പോകുന്ന സമയത്ത് താനത് ഭക്ഷിച്ചത്, തൻ്റെ കൂടെയുള്ളവരും ഭക്ഷിച്ചത്. അത് പുരോഹിതന്മാർക്ക് മാത്രം കഴിക്കുവാനുള്ള അപ്പമാണ്. എന്നാൽ ഇവിടെ നമ്മൾ കാണുന്നു, യേശുക്രിസ്തു പഴയ നിയമത്തെ ആലയവും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ, ഒന്ന് വെളിച്ചം, വിളക്കെന്തിനെ കാണിക്കുന്നു? അപ്പം വെക്കുന്ന മേശ എന്തിനെ കാണിക്കുന്നു? ഒരു വ്യക്തിക്ക് ഒരു ദൈവവൈദ്യനോടുള്ള ബന്ധത്തിൽ ഈ ഭൂമിയിൽ ജീവിക്കുവാൻ യേശുക്രിസ്തു എന്ന ജീവൻ്റെ അപ്പം എന്നും ആവശ്യമാണ്. ആ യേശുക്രിസ്തുവിൻ്റെ സാന്നിധ്യം ഉള്ളിലുള്ളവർക്ക്, എന്നെ ഭക്ഷിക്കുന്നവൻ, എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും, എന്നെ തിന്നാത്തവൻ്റെ ഉള്ളിൽ ജീവനില്ല. ആ ദൈവവചനമാകുന്ന ആ അപ്പത്തെ അനുദിനം ഭക്ഷിക്കുവാൻ ദൈവം നമുക്ക് തന്നിരിക്കുന്നത് ഒരു ഭാഗ്യകരമായ ഒരു വലിയ അനുഭവമാണ്. അതിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. മൂന്നാമത്തെ ഭാഗത്ത് കാണുന്നതാണ് കാഴ്ചയപ്പങ്ങൾ, ബ്രെഡ് ഓഫ് അല്ലെങ്കിൽ ഷോ ബ്രെഡ്. അത് ദൈവത്തിൻ്റെ പരിപാലനത്തിൻ്റെ അടയാളമാണ്. അവർക്കെന്നും ആ മേശമേൽ അപ്പം വെച്ചിരിക്കുന്നത് അത് കാണിക്കുകയാണ്. അതിൻ്റെ പേര് തന്നെ ഷോ ബ്രെഡ്, കാഴ്ചയപ്പം. അത് കാണിക്കുവാനായി വെച്ചിരിക്കുകയാണ്. ദൈവസന്നിധിയിൽ ദൈവത്തിൻ്റെ ഒരു പ്രൊവിഷൻ നിങ്ങൾക്ക് വേണ്ടിയുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇവിടെ നിന്നുകൊണ്ടൊരു സന്ദേശം ഞാൻ പറയട്ടെ. ഇത് പഴയ നിയമത്തിലെ ഒരു നിഴൽ മാത്രമായിരുന്നു. പുതിയ നിയമത്തിൽ വരുമ്പോൾ കർത്താവിൻ്റെ പ്രൊവിഷനെ നമ്മൾ കാണണം. കർത്താവ് നമുക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുന്നത്. ഒരുപക്ഷെ നിങ്ങൾ ഇന്ന് രാത്രികാലം ഈ ബൈബിൾ സ്റ്റഡിയിലായിരിക്കുമ്പം ഏതെങ്കിലും വിഷയത്തെ ഓർത്ത്, ദൈവത്തിൻ്റെ പ്രൊവിഷനെ ഓർത്ത്, ദൈവമേ എന്താ കരുതുന്നില്ലയോ, ഞങ്ങളുടെ ആവശ്യങ്ങളെ ഒന്നും ഞങ്ങൾക്ക് മീറ്റാകാൻ അവസ്ഥയാണെന്ന് പറയുമ്പോൾ കർത്താവ് പറയുകയാണ്, പഴയ നിയമത്തിലെ ഷോ ബ്രെഡ് കാണിച്ചിരുന്നത് ദൈവത്തിൻ്റെ പരിപാലനത്തെയാണെങ്കിൽ, പുതിയ നിയമത്തിൽ ഇതാ ജീവൻ്റെ അപ്പമാകുന്നവൻ നേരിട്ടിറങ്ങി വന്ന് അവൻ നമ്മളിൽ വസിക്കുകയാണ്. അവൻ്റെ സാന്നിധ്യമാണ് നമ്മളോട് പറയുന്നത്, ഭാരപ്പെടേണ്ട, നിനക്കായി കരുതുന്ന ഒരുവൻ നിന്നോട് കൂടെ എപ്പോഴും ഉണ്ട്. നോക്കണം, അതിനുശേഷം നമ്മൾ കാണുകയാണ് അതിവിശുദ്ധ സ്ഥലം. എന്താണ് അതിവിശുദ്ധ സ്ഥലം? ഞാൻ പെട്ടെന്ന് മുമ്പോട്ട് പോകട്ടെ. ഇതല്ല ഓരോ വാക്യമായിട്ടല്ല നമ്മളിന്ന് പോകുന്നത്, ഒരു തീമായിട്ടാണ് നാം പോകുന്നത്. അതിവിശുദ്ധ സ്ഥലത്ത് മോസ്റ്റ് ഹോളി പ്ലേസ് കാണുന്നത് ധൂപപീഠമുണ്ട്, നിയമപ്പെട്ടകമുണ്ട്, പൊൻകലത്തിൽ ഇട്ടുവെച്ച അല്ലെങ്കിൽ മഞ്ഞ ഇട്ടുവെച്ച പാത്രമുണ്ട്, അഹരോൻ്റെ തളിർത്ത വടിയുണ്ട്, നിയമ ഫലകങ്ങളുണ്ട്, നിയമം എഴുതിയ പലകകളുണ്ട്, പാപപരിഹാരത്തിൻ്റെ മോടി അല്ലെങ്കിൽ മേഴ്സി സീറ്റുണ്ട്, കെരൂബുകളുണ്ട്. ഇത്രയും കാര്യമാണ് മോസ്റ്റ് ഹോളി പ്ലേസിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ധൂപപീഠം, അത് ദൈവസന്നിധിയിലേക്ക് അവർ കടന്നു ചെല്ലുമ്പോൾ അതിൽ ധൂപമിട്ട് അതെപ്പോഴും പുകച്ച് അതിൻ്റെ പുക മുകളിലേക്ക് പോവുകയാണ്. അത് ശരിക്കും കാണിക്കുന്നത് ഇത് മുകളിലേക്ക് എപ്പോഴും ദൈവസന്നിധിയിലേക്ക് കണക്റ്റ് ആകുന്ന മനുഷ്യനോടുള്ള ബന്ധത്തിലെ മനുഷ്യരുടെ ആവശ്യങ്ങളെ ഓരോന്നായി സമർപ്പിച്ച് ദൈവസന്നിധിയിലേക്ക് കടന്നു പോകുന്ന ധൂപമാണ്. നമുക്ക് വേണ്ടി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് അങ്ങനെ ഒരു ധൂപമായിട്ടുള്ളവനല്ല, നമുക്ക് വേണ്ടി ഇന്ന് ഉള്ളിലുള്ള ദൈവത്തിൻ്റെ ആത്മാവാണ്. ദൈവത്തിൻ്റെ ആത്മാവ് പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നമുക്കറിയത്തില്ല. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ പഠിപ്പിക്കുന്നു എന്താണ് പ്രാർത്ഥിക്കേണ്ടത്. എന്നാൽ ഈ പ്രാർത്ഥന എത്തേണ്ട സ്ഥലത്ത് ഒരുവൻ നമുക്ക് വേണ്ടി മധ്യസ്ഥ അണച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് കർത്താവായ യേശു ക്രിസ്തു. ഭൂമിയിലായിരിക്കുന്ന നമ്മളിൽ പരിശുദ്ധാത്മാവ് നമ്മളെ പ്രാർത്ഥിക്കുവാൻ ഈ ധൂപം മുകളിലേക്ക് പോകത്തക്ക രീതിയിൽ നമ്മളെ ഒരുക്കിക്കൊണ്ടിരിക്കുകയും ഈ ധൂപം ദൈവസന്നിധിയിലെത്തുമ്പോൾ അതിനെ ദൈവസന്നിധിയിൽ സ്വീകരിക്കത്തക്ക രീതി ദൈവത്തിൻ്റെ സന്നിധിയിൽ, പിതാവാം ദൈവത്തിൻ്റെ സന്നിധി, പുത്രനായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ഇൻ്റർസീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒന്നാമത്തെ. രണ്ടാമത്തേത് നിയമപ്പെട്ടകം. അതൊരു ബോക്സാണ്. ഈ ബോക്സിലാണ്
ഇനിയുമുള്ള ചില കാര്യങ്ങൾ വെച്ചിരിക്കുന്നത്. ഇത് കവർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഈ നിയമപ്പെട്ടകത്തിൻ്റെ ഒരു പ്രത്യേകത, ഇത് ദൈവം അവരെ എങ്ങനെ ജീവിക്കണം എന്ന് അവരെ പഠിപ്പിക്കുവാനായി നൽകിയ ദൈവത്തിൻ്റെ ചട്ടങ്ങൾ ഇരിക്കുന്ന ഒരു പെട്ടകമാണ്. ഒന്നുകൂടെ പറയട്ടെ, ഈ ഭൂമിയിൽ അവർ എങ്ങനെ ജീവിക്കണം, കൊല ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം പറയരുത്, ദൈവം പറഞ്ഞ ഓറലി അവർക്ക് അല്ലെങ്കിൽ വാമൊഴിയായി കൊടുത്ത ഒത്തിരി കൽപ്പനകളുണ്ട്. ആ കൽപ്പനകളിൽ നിന്ന് വ്യത്യസ്തമായി 10 കൽപ്പനകളാണ് അന്ന് മോശയ്ക്ക് ദൈവം നേരിട്ട് എഴുതി കൊടുത്തത്. അതിൽ ആദ്യത്തേത് ദൈവമായിട്ടുള്ള ബന്ധത്തിലും രണ്ടാമത്തെ തലം മനുഷ്യരോടുള്ള ബന്ധത്തിലുമാണ്. ഒന്നിൻ്റെ വിഗ്രഹം ഉണ്ടാക്കരുത്, ഞാനല്ലാതെ അന്യ ദൈവം ഉണ്ടാകരുത്, ഒന്നിൻ്റെ വിഗ്രഹം ഉണ്ടാകരുത്, ശബത്ത് നാളിനെ ശുദ്ധീകരിക്കുവാൻ ഓർക്കുക, നിന്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കുക, കൊല ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം പറയരുത്, കൂട്ടുകാരൻ്റെ യാതൊന്നും മോഹിക്കരുത് എന്നൊക്കെ പറയുന്ന ഈ കൽപ്പനകൾ സൂക്ഷിച്ചു വച്ചിരിക്കുന്ന അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സന്ദേശമെല്ലാം ഉൾക്കൊണ്ടിരിക്കുന്ന ഒരു പേടകമാണ്. ശരിക്കും ദൈവത്തിൻ്റെ സന്ദേശവുമായി ഈ ഭൂമി വന്ന ഒരുവനാണ് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ മന്ന, ഇതുവരെ അവരെ നടത്തിയ മന്ന ഇട്ട് വെച്ചിരുന്ന ആ പൊൻപാത്രം അതിനകത്ത് വെച്ചിട്ടുണ്ട്. അഹരോന്റെ തളിർത്ത വടി, ദൈവത്തിൻ്റെ പരിപാലനം. അപ്പം ഈ നിയമത്തിൻ്റെ പെട്ടകം കാണിക്കുന്നത് ഇവർക്ക് വേണ്ടി ദൈവം നൽകിയ കുറേയേറെ പരിപാലനത്തെ അടക്കി വച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മരുഭൂമി 40 വർഷക്കാലം ഇവർ ഭക്ഷിച്ച മന്ന ജീർണിച്ചു പോകാതെ വണ്ണം ഇത് സൂക്ഷിച്ചു വെച്ച ഒരു സ്വർണ്ണപാത്രമുണ്ടായിരുന്നു. അതൊരിക്കലും മറന്നു പോകരുത്. സാക്ഷ്യങ്ങൾ ഒരിക്കലും മറന്നു പോകരുത്. നടത്തിയ വിധങ്ങൾ ഒരിക്കലും മറന്നു പോകരുത്. ഇന്ന് നമ്മൾ നടക്കുന്ന വഴിയിൽ നമുക്ക് ഇന്നലത്തെ പ്രയാസങ്ങൾ കാണത്തില്ല, പക്ഷേ നമ്മൾ forget not all his blessings, അവൻ ചെയ്ത ഉപകാരങ്ങളൊന്നും മറന്നു പോകരുത്. അപ്പോൾ ഇതിലാണ് ഈ അഹരോൻ്റെ, പ്രത്യേകിച്ച് അഹരോൻ്റെ തളർത്ത വടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്തുകൊണ്ടാണ് അതിനകത്ത് വച്ചിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരിക്കൽ എല്ലാവരും അഹരോനും മോശയ്ക്കും വിരോധമായി, പ്രത്യേകിച്ച് അഹരോൻ്റെ ലീഡർഷിപ്പിനെതിരെ ചോദ്യം ചെയ്തപ്പോൾ, അഹരോൻ്റെ ചോദ്യം ചെയ്ത ആ മേഖലയിൽ ദൈവം അഹരോൻ്റെ വടിയാണ് ഒരു രാത്രി കൊണ്ട് ഓവർനൈറ്റ് ഉണങ്ങി മുഴുവൻ അവസ്ഥകൾക്കും മാറ്റം വന്ന് ഏത് വൃക്ഷത്തിൻ്റെ കമ്പാണെന്ന് പോലും കഴിയാത്ത രീതിയിൽ അതിൻ്റെ പച്ചപ്പ് നഷ്ടപ്പെട്ട് അത് മുഴുവനും ഉണങ്ങിയ ഒരു കമ്പായിരുന്നതിനെ ഒറ്റ രാത്രി കൊണ്ട് അഹരോൻ്റെ വടി അത് തളിർത്ത് അത് പൂത്ത് ബദാംകായ അതിൽ കായുണ്ടായി. അപ്പം ഒരുപക്ഷെ അഹരോൻ പോലും തൻ്റെ കയ്യിലിരിക്കുന്ന വടിയുടെ അത് ഏത് വടിയാണെന്ന് ആളുകൾ ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ അഹരോൻ പറഞ്ഞാലും ഇത് പ്രൂവ് ചെയ്യാൻ കഴിയാത്ത രീതിയിൽ ഒരു തടിയായി ഉണങ്ങിപ്പോയതായിരുന്നു. പക്ഷെ ആ വടിയെ, ആ ശുശ്രൂഷയെ കർത്താവ് ഒറ്റ രാത്രി കൊണ്ട് കിളിർപ്പിച്ചു. അത് സമുദ്രം ഇസ്രായേൽ മക്കൾക്ക് മുമ്പാകെ വഴിമാറിയതിന് ഈ പെട്ടകത്തിനകത്ത് വെക്കത്തക്ക രീതി അടയാളമായി ഒന്നും എടുത്തില്ല. ഒറ്റ ദിവസമുണ്ടായ ഒരു ഇൻസിഡൻറ്റ് അഹരോനും ലീഡർഷിപ്പിന് നേരെ, അഹരോൻ്റെ നേതൃത്വത്തിനെതിരെ, അഹരോൻ്റെ ശുശ്രൂഷയ്ക്കെതിരെ, കർത്താവ് ഏൽപ്പിച്ച അവൻ്റെ ആത്മീക ശുശ്രൂഷയ്ക്കെതിരെ ചോദ്യങ്ങൾ കടന്നു വന്നപ്പോൾ അതിന് ഉത്തരം കൊടുത്തപ്പോൾ ആ വടി അഹരോൻ കർത്താവിനായി കൊടുക്കുകയാണ്. ആ വടി ഇനിയും ആരും കാണാത്ത രീതിയിൽ സൂക്ഷിച്ചു വെക്കത്തക്ക രീതിയിൽ, അതെന്നേക്കും ഇറ്റ് വിൽ ബി റിമെമ്പേർഡ് ഫോർ എവർ, അതെന്നും ഓർമ്മയ്ക്കായിട്ട് സൂക്ഷിക്കപ്പെട്ട രീതിയിൽ ദൈവത്തിൻ്റെ കൽപ്പനയോട് ചേർന്നിരിക്കുവാനിടയായി തീർന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ചോദ്യങ്ങൾ കടന്നു വരുമ്പോഴാണ് നമ്മൾ ആരാകുന്നു എന്നുള്ളത് ശരിക്കും പുറത്ത് മറ്റുള്ളവരറിയുന്നത്. അഹരോൻ്റെ ജീവിതത്തിൽ അഹരോൻ്റെ കയ്യിലിരിക്കുന്ന ശുശ്രൂഷയുടെ വടി ഏത് വടിയാണ് എന്ന് ആളുകളെ കാണിച്ചത് അഹരോൻ എല്ലാ ബ്ലെസ്സിങ്സും നേടിയിരുന്നപ്പോഴായിരുന്നില്ല. അഹരോൻ ശക്തനായി ദേവാലയത്തിൽ ശുശ്രൂഷ ചെയ്തപ്പോഴുമല്ല. തനിക്കെതിരെ ചോദ്യങ്ങളും വിമർശനങ്ങളും അലിഗേഷൻസും, ഞങ്ങൾക്കും ഈ ശുശ്രൂഷ എന്നാ ചെയ്യാൻ കഴിയത്തില്ലയോ, ഞങ്ങളെയും ദൈവം വിളിച്ചിട്ടില്ലയോ, അഹരോന് മാത്രമേ ഇത് ചെയ്യാൻ കഴിയത്തുള്ളൂ എന്നൊക്കെ ചോദിച്ച് അഹരോൻ്റെ ശുശ്രൂഷയെ വല്ലാതെ ചോദ്യം ചെയ്ത്
അഹരോന്റെ ശുശ്രൂഷയിൽ നിരവധി ചോദ്യങ്ങൾ കടന്നു വന്നപ്പോൾ അഹരോന്റെ വടിയെ കർത്താവ് ഏറ്റെടുത്തുവെങ്കിൽ ഇന്ന് രാത്രികാലം പ്രിയപ്പെട്ടവരെ ഞാനൊരു സന്ദേശം പറയട്ടെ. നമ്മുടെ പ്രശ്നങ്ങളുടെ നടുവിൽ കർത്താവ് നമ്മുടെ വടിയെ, നമ്മുടെ ജീവിതത്തിൻ്റെ അനുഭവത്തെ കർത്താവ് ഏറ്റെടുത്ത് കഴിയുമ്പോൾ അവിടെയാണ് ഒരു പൂപ്പിൻ്റെ അനുഭവം, ഒരു കിളിർപ്പിൻ്റെ അനുഭവം. നോക്കണം, ഒരു വടി അത് പച്ചക്കമ്പാണെങ്കിൽ പോലും അത് വളർന്നു വരണമെങ്കിൽ അതിന് സൂര്യപ്രകാശം ആവശ്യമാണ്, അതിന് വെള്ളം ആവശ്യമാണ്. ഇത് വെറും തറയിൽ പാറപ്പുറത്തോ വെറും തറയിലോ വെച്ചിരുന്നതിന് സൂര്യപ്രകാശം വന്നെങ്കിൽ മാത്രമേ കിളിർക്കുകയുള്ളൂ, പൂക്കുകയുള്ളൂ. ഏതൊരു പുഷ്പം ഉണ്ടാകുവാനും ഏതൊരു പുഷ്പം വിരിയുവാനും സൂര്യൻ്റെ പ്രകാശം ആവശ്യമാണ്. എന്നാൽ ഒരു സൂര്യൻ്റെ പ്രകാശവുമില്ലാതെ നീതി സൂര്യൻ്റെ വെളിച്ചത്തിൽ ഒരു വടി പൂത്ത് തളിർത്ത് അത് ബദാംകായ ഫലം കായ്ച്ചുവെങ്കിൽ രാത്രികാലം പ്രിയപ്പെട്ടവരെ കർത്താവ് നമ്മളോട് കൂടെ ഉണ്ടെങ്കിൽ അവനാൽ അസാധ്യമായതൊന്നുമില്ല. ഇത് അന്നത്തെ തലമുറയ്ക്ക് ഒരു വലിയ പാഠമായിരുന്നു. ഇതെന്നും ഓർക്കത്തക്ക രീതിയിൽ ഇത് ദൈവത്തിൻ്റെ കൽപ്പന വെച്ചിരുന്ന പെട്ടകത്തിലേക്ക് മാറ്റുവാൻ ദൈവം തൻ്റെ ദാസനോട് കൽപ്പിച്ചു. അപ്പം അതിനുശേഷം നിയമത്തിൻ്റെ 10 കൽപ്പന എഴുതിയതായ പലകങ്ങൾ അല്ലെങ്കിൽ കല്ലുകൾ അതെല്ലാം സൂക്ഷിച്ചു വച്ചിരിക്കുന്നത് ഈ മോസ്റ്റ് ഹോളി പ്ലേസിലാണ്. പാപപരിഹാരത്തിൻ്റെ മേഴ്സി സീറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ കൃപാസനത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയാണ് ദൈവത്തിൻ്റെ തേജസ് ഇറങ്ങി വരുന്നത്, അവിടെയാണ് ദൈവത്തിൻ്റെ മഹത്വം ഇറങ്ങി വരുന്നത്. നമ്മളതൊക്കെ യേശുക്രിസ്തുവിൽ, അതൊക്കെ പഴയ നിയമത്തിൽ നിഴലായി കാണുമെങ്കിൽ യേശുക്രിസ്തുവിൽ നമ്മളത് പല സന്ദർഭത്തിലും കാണുകയാണ്. ദൈവതേജസ്സിന് ദൈവസാന്നിധ്യം ഇറങ്ങി വരുന്നത് സ്നാനത്തിൻ്റെ സമയത്ത്. അവിടെ പഴയ നിയമത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങി വരുമ്പോൾ ശബ്ദമില്ലായിരുന്നു. ആ നിഴലിൽ അത് ഇറങ്ങി വന്നപ്പോൾ ശബ്ദമോ ബഹളമൊന്നും ഉണ്ടായിട്ടില്ല. ചില സമയത്തൊക്കെ ശുശ്രൂഷിപ്പാൻ കഴിയാതെ വണ്ണം ആലയത്തിൽ ദൈവമഹത്വം വെളിപ്പെട്ടതായിട്ടൊക്കെ ബൈബിളിൽ നമ്മൾ കാണുന്നുണ്ടെങ്കിലും യേശുക്രിസ്തുവിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങി വരുന്നത് സ്നാനസമയത്ത് കാണുന്നു. യേശുക്രിസ്തു മറുരൂപമലയിൽ വെച്ച് കാണുന്നു. യേശുക്രിസ്തുവിനെ പ്രത്യേകിച്ച് യവനരായ കുറച്ച് ആളുകൾ ദേവാലയത്തിൽ വെച്ച് കാണുമ്പോൾ അവിടെ ഒരു ശബ്ദമുണ്ടാകുന്നു, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവന് ചെവി കൊടുപ്പീൻ എന്നൊരു ശബ്ദം മറുരൂപമലയിൽ കേൾക്കുന്നു, സ്നാനത്തിൻ്റെ സമയത്ത് കേൾക്കുന്നു. അപ്പം ദൈവത്തിൻ്റെ സാന്നിധ്യം പഴയ നിയമത്തിൻ്റെ ആലയത്തിൽ നിഴലായിട്ട് അത് നിൽക്കുന്നുവെങ്കിൽ, മേഴ്സി സീറ്റായിട്ട് അത് റെപ്രസെൻ്റ് ചെയ്യുന്നുവെങ്കിൽ, പുതിയ നിയമത്തിൽ യേശുക്രിസ്തുവിലേക്ക് ആ സാന്നിധ്യം ഇറങ്ങി വരുന്നു. അപ്പം നമ്മളിതൊരു കമ്പാരിസൺ നടത്തുകയാണ്. പഴയ നിയമവും പ്രത്യേകിച്ച് പഴയ സാങ്ച്വറിയും പുതിയ സാങ്ച്വറിയും, പഴയ ദൈവത്തിൻ്റെ മഹത്വം ഇറങ്ങി വരുന്ന സ്ഥലവും പുതിയ നിയമത്തിൽ ദൈവത്തിൻ്റെ മഹത്വം ഇറങ്ങി വന്ന സ്ഥലവും, ഇവയെല്ലാം ദൈവസാന്നിധ്യത്തെ സൂചിപ്പിക്കുന്നതാണ്. എന്നാലും മനുഷ്യന് സ്വാതന്ത്ര്യത്തോടെ ഒരു പ്രവേശനം അവിടെ ഇല്ലായിരുന്നു. നമ്മൾ നോക്കണം, പഴയ നിയമത്തിലെ ആലയത്തിൽ സ്ത്രീകൾക്കുള്ള പ്രാകാരമുണ്ട്, ജാതികൾക്കുള്ള പ്രാകാരമുണ്ട്, യഹൂദന്മാരിലെ പുരുഷന്മാർക്ക് കടന്നു വരുവാനുള്ള പ്രാകാരമുണ്ട്. അൺടച്ചബിളായിട്ട് അന്നവർ കണ്ടിരുന്ന ആളുകൾ അവർക്ക് വരുവാൻ മാത്രം വന്ന് നിന്ന് പുറത്തു നിന്ന് കാണത്തക്ക രീതിയിൽ നമ്മളിത് നോക്കുമ്പോൾ, പുതിയ നിയമത്തിലേക്ക് നമ്മൾ നോക്കുമ്പം ശരിക്കും ഇതാ അവൻ തൻ്റെ കൂടാരം, യോഹന്നാൻ 1-ാം അധ്യായത്തിൽ വ്യക്തമായി കാണുന്നു. 14-ാം വാക്യത്തിലൊക്കെ വായിക്കുന്നു, ഹി കെയിം ആൻഡ് ഡ്വെൽറ്റ് അമംഗ് us. അവൻ വന്ന് തൻ്റെ ടെൻറ്റ് നമ്മുടെ ഇടയിൽ അടിച്ചു, അവൻ തൻ്റെ കൂടാരം നമ്മുടെ ഇടയിൽ അടിച്ചു. അതാണ് അന്ന്. അതുവരെ സ്വാതന്ത്ര്യമില്ലായിരുന്നു. നമ്മൾ നോക്കണം, ഈ യേശുക്രിസ്തു വന്നതിന് ശേഷം വീണ്ടും 650-700 വർഷങ്ങൾക്ക് ശേഷം വന്ന ഒരു മതമാണ് ഇസ്ലാം മതം. അടുത്ത സമീപ പ്രദേശത്ത് തന്നെ ഉണ്ടായത്. അവിടെ ഇന്നും ആ മതത്തിൽ ഇന്നും സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമില്ല. ആ സമയത്താണെന്ന് ഓർക്കണം, ഒരു സ്ത്രീ യേശുവിൻ്റെ പാദത്തെ തൻ്റെ മുടി കൊണ്ട്, ഒരു സ്ത്രീ അന്യപുരുഷൻ്റെ മുമ്പിൽ മുഖം മൂടി മാത്രമേ നിൽക്കാവൂ. അത്രത്തോളം ഫ്രീഡം അവർ എൻജോയ് ചെയ്തു. യേശുക്രിസ്തുവിൻ്റെ ശുശ്രൂഷയുടെ പ്രാരംഭ സമയം മുതൽ യേശുവിനോടുകൂടെ യാത്ര ചെയ്തവരിൽ നിരവധിയായ സഹോദരിമാരുണ്ടായിരുന്നു. യേശുവിനെ കല്ലറയിലേക്ക് അല്ലെങ്കിൽ യേശുക്രിസ്തുവിനെ ക്രൂശിക്കുവാൻ കൊണ്ടുപോയപ്പോൾ ആ ക്രൂശിൻ്റെ അരികിൽ നിന്നതിൽ
2-3 സഹോദരിമാരാണ്. സ്വന്തം ശിഷ്യന്മാർ പോലും യോഹന്നാൻ ഒഴിച്ചാരും അവിടെ ഉണ്ടായിരുന്നില്ല. യേശുക്രിസ്തുവിൻ്റെ കല്ലറയിൽ പോയത് ഒരു സഹോദരിയാണ്. യേശുക്രിസ്തുവിന് ഉയർത്തെഴുന്നേൽപ്പ് കണ്ടത് ഒരു സഹോദരിയാണ്. താൻ ഉയർത്തെഴുന്നേറ്റു എന്ന് പറയുന്ന മഗ്ദലക്കാരത്തി മറിയോട് പറയുന്നു, അതൊരു സഹോദരിയാണല്ലോ. നോക്കണം, ഇത്രത്തോളം ഫ്രീഡം ആ സാങ്ച്വറിയിലേക്ക് ആ കാലത്ത് കടന്നു പോകുവാൻ സ്വാതന്ത്ര്യമില്ലായിരുന്ന സഹോദരിമാർ പോലും സ്വാതന്ത്ര്യത്തോടെ വിത്ത് ഫുൾ ഫ്രീഡം ദേ വെന്റ് ടു ജീസസ്. ആ സ്വാതന്ത്ര്യം യേശു അവർക്ക് നൽകി. യേശു ഒരിക്കലും പഴയ നിയമത്തിൻ്റെ ആ നിഴലാ നിൽക്കുന്ന ശുശ്രൂഷയല്ല യേശു ചെയ്തത്. ഇന്നും നമ്മൾ നോക്കണം, നമ്മുടെയൊക്കെ പെന്തക്കോസ്റ്റൽ കൂട്ടായ്മകളിൽ ഒത്തിരി സ്വാതന്ത്ര്യം കൊടുക്കാത്ത മേഖലകളുണ്ട്. ഇന്നും ഏറ്റവും കൂടുതൽ ആത്മീക ശുശ്രൂഷകൾ ചെയ്യുന്ന പുരുഷന്മാർ തന്നെയാണ്. വളരെ വിരളമായ രീതിയിൽ മാത്രമാണ് സഹോദരിമാർ ആത്മീയ ശുശ്രൂഷകളിലോ പ്രീച്ചിങ്ങിനോ മറ്റ് പൊതുവായോ മേഖലകളിലൊക്കെ പോകുന്ന വളരെ ചെറിയ പെർസെൻറ്റേജ് മാത്രമേ ഉള്ളൂ. നമ്മളായിരിക്കുന്ന സമൂഹത്തിൽ പോലും ഇത്രയും ഹ്യൂമാനിറ്റേറിയൻ ആ ചിന്താഗതികൾ, മാനുഷിക പരിഗണനകൾ നൽകുന്ന, പ്രത്യേകിച്ച് ഇന്ന് ഫെമിനിസം പോലെയുള്ള ചിന്താധാരകളൊക്കെ ഉള്ളിടത്ത് പോലും ആത്മീക ശുശ്രൂഷകളിൽ കടന്നു വന്ന് ശുശ്രൂഷിക്കുന്നത് കൂടുതലും സഹോദരന്മാരാണ്. യേശുക്രിസ്തുവിൻ്റെ കാലത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ യേശുവിൻ്റെ അരികിൽ കടന്നു വരുവാനൊരു സ്വാതന്ത്ര്യം സഹോദരിമാർക്കുണ്ടായിരുന്നു. ഒത്തിരി ആളുകൾ, പ്രത്യേകിച്ച് ഈ റബിമാരുടെ അരികിൽ അന്ന് കുഞ്ഞുങ്ങൾക്കൊന്നും വലിയ പ്രാധാന്യതയില്ല. പ്രത്യേകിച്ച് നമ്മുടെ നമ്മളായിരിക്കുന്ന ഈ രാജ്യത്ത് കുഞ്ഞുങ്ങൾക്കൊക്കെ വളരെ പ്രാധാന്യത, ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇന്ന് യഹൂദന്മാരുടെ ഇടയിൽ പോലും കുഞ്ഞുങ്ങൾക്ക് ഒരു റബിയുടെ അടുത്തേക്കൊക്കെ വരുമ്പം ആളുകൾ സമ്മതിക്കത്തില്ല. യേശുവിൻ്റെ അരികിൽ കുഞ്ഞുങ്ങൾ വന്നപ്പോൾ ആളുകൾ തടഞ്ഞു, ശിഷ്യന്മാർ തടഞ്ഞു. യേശു പറഞ്ഞു, ശിശുക്കളെ എൻ്റെ അരികിൽ വരുവാൻ അവരെ വിടുവീൻ, അവരെ തടുക്കരുത്, സ്വർഗരാജ്യം ഇങ്ങനെയുള്ളവരുടേതാകുന്നു. സഹോദരിമാർക്ക് സ്വാതന്ത്ര്യമുണ്ടായിരുന്നു. ഓൾഡ് ടെസ്റ്റാമെൻറ്റിലെ സാങ്ച്വറിയിൽ ആർക്കും കടന്നു പോകുവാൻ ഉള്ള സ്വാതന്ത്ര്യമില്ലായിരുന്നു. അത് മറകൾ കൊണ്ട് മറച്ചു വെച്ചിരിക്കുകയായിരുന്നു. യേശുക്രിസ്തുവിൻ്റെ കാൽവറി മരണത്തിൽ ആ തിരശീല മുകൾ തൊട്ടടി വരെ കീറി എന്ന് അത് വ്യക്തമായി എഴുതുന്നു. മുകൾ തൊട്ടടി വരെ കീറണമെങ്കിൽ കീറിയവൻ മുകളിലുള്ളവനാണ്. താഴെത്തൊട്ട് മുകളിലേക്ക് കയറിയായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ കുറ്റപ്പെടുത്തുവാൻ അവർക്ക് കഴിയുമായിരുന്നു. നിങ്ങളിൽ ഒരാളാണിത് കീറിയത്, പക്ഷേ ആലയത്തിൻ്റെ തിരശ്ശീല കീറിയത് മുകൾ തൊട്ട് താഴോട്ടാണ്. അതിൻ്റെ അർത്ഥം മുകളിലിരിക്കുന്നവനാണത് കീറിയത്. പ്രിയപ്പെട്ടവരെ, എന്തിനാണത് കീറിക്കളഞ്ഞത്? ഇതുവരെ ആളുകൾക്ക് നിഴലായി മറഞ്ഞു നിന്ന ഒരുവൻ വന്നു. ഇനിയും ഈ തിരശ്ശീലയ്ക്ക് ആവശ്യമില്ല. റിയാലിറ്റി വന്നു. നോക്കണം, യഹൂദ മതത്തിൽ നിന്ന് ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് വന്നിട്ട് മടങ്ങിപ്പോകുവാൻ വീണ്ടും ഒരുങ്ങി നിൽക്കുന്ന ആളുകളെ യേശുക്രിസ്തുവാണ് യഥാർത്ഥ സത്യമെന്ന് കാണിച്ചു കൊടുക്കുവാൻ യേശുക്രിസ്തുവിനെയും ആ ഓൾഡ് ടെസ്റ്റമെന്റ് സാങ്ച്വറിയെയും ന്യൂ ടെസ്റ്റമെന്റ് സാങ്ച്വറിയെയും എടുത്തുകൊണ്ട് ഈ എഴുത്തുകാരൻ വളരെ മനോഹരമായ രീതിയിൽ 1 മുതൽ 10 വരെയുള്ള വാക്യത്തിൽ നമ്മളതിനെ കാണുകയാണ്. അത് പറയുകയാണ് അവസാനം 5-ാം വാക്യത്തിൽ, അതിനു മീതെ കൃപാസനത്തെ മൂടുന്ന തേജസ്സിൻ്റെ കെരൂബുകളും ഉണ്ടായിരുന്നു. അതിപ്പോൾ ഓരോന്നായി വിവരിക്കുവാൻ കഴിവില്ല. എഴുത്തുകാരൻ അതിനെപ്പറ്റി പറഞ്ഞിട്ട്, ഞാൻ ഈ പറഞ്ഞതിന് അത്രയൊന്നും എഴുത്തുകാരൻ പറഞ്ഞില്ല. ഞാനിതിനെയൊക്കെ വിവരിച്ചൊരു പക്ഷേ എഴുത്തുകാരൻ അതെല്ലാം പറഞ്ഞു വെച്ചിരിക്കുകയാണ്. നമ്മുടെ രക്ഷയ്ക്ക് എന്തൊക്കെ ആവശ്യമുണ്ട് അതെല്ലാം വളരെ മനോഹരമായ രീതിയിൽ ഉൾക്കൊണ്ടിരിക്കുന്നൊരു പുസ്തകമാണ് സത്യവേദ പുസ്തകം, ദൈവത്തിൻ്റെ ദ ഹോളി ബൈബിൾ. അപ്പോൾ ഓരോന്നായി വിവരിക്കുവാൻ കഴിയുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമയം പോരാ. എഴുത്തുകാരൻ അല്ലെങ്കിൽ ഈ റൈറ്റർ ഹി മൂവ്സ് ഓൺ, മുമ്പോട്ട് പോവുകയാണ്. ഇവ ഇങ്ങനെ തീർന്ന ശേഷം പുരോഹിതന്മാർ നിത്യം മുൻകൂടാരത്തിൽ ചെന്ന് ശുശ്രൂഷ കഴിക്കും. ആദ്യത്തെ മുൻകൂടാരം ഹോളി പ്ലേസിൽ ചെന്ന് ശുശ്രൂഷ കഴിക്കും. രണ്ടാമത്തേതിലോ ആണ്ടിലൊരിക്കൽ മഹാപുരോഹിതൻ മാത്രം ചെന്ന് രക്തം കൂടാതെയല്ല, അത് അവൻ തൻ്റെയും ജനത്തിൻ്റെയും അബദ്ധങ്ങൾക്ക് വേണ്ടി അർപ്പിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അന്ന് പോകുന്ന മഹാപുരോഹിതൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുൻകൂടാരത്തിൽ ദിവസവും ആരാധനയുണ്ട്. പിൻകൂടാരം എന്ന് പറയുന്നത് ഹോളി പ്ലേസ് ആണ്, മോസ്റ്റ് ഹോളി പ്ലേസ്. മുൻകൂടാരം ഹോളി പ്ലേസ്. അപ്പം ഈ മുൻകൂടാരത്തിൽ അവർ ദിവസവും കടന്നു ചെന്ന് ദൈവത്തിൻ്റെ സന്നിധിയിൽ അവർ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, യാഗങ്ങൾ അർപ്പിക്കുന്നു, ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ഈ പിൻകൂടാരത്തിൽ ദൈവത്തിൻ്റെ സാക്ഷ്യപ്പെട്ട
പലകം ഇരിക്കുന്ന സ്ഥലത്ത് ആണ്ടിലൊരിക്കൽ മഹാപുരോഹിതൻ കടന്നു ചെന്ന് തൻ്റെയും തൻ്റെ ജനത്തിൻ്റെയും അബദ്ധങ്ങൾക്ക് വേണ്ടി, അബദ്ധമെന്ന് അവിടെ കൊടുത്തിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അബദ്ധത്തിൽ സംഭവിച്ചു, ബൈ മിസ്റ്റേക്ക്. അവർക്ക് കൽപ്പനയൊക്കെ കൊടുത്തിട്ടുണ്ട്, ആലോചനയൊക്കെ കിട്ടിയിട്ടുണ്ട്, പക്ഷേ ഇപ്പോൾ ഒത്തിരി മിസ്റ്റേക്കുകൾ അവിടെ വന്നിട്ടുണ്ട്. അവർക്ക് എന്താ മിസ്റ്റേക്ക് വന്നിട്ടുള്ളത്? അവർക്ക് ഇതിൽ നിന്ന് ഷോർട്ട് കമ്മിങ്സ് ഉണ്ടായി, ഇത് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ പുരോഹിതന്മാരുടെ ശുശ്രൂഷയാണ് നമ്മൾ 6ഉം 7ഉം വാക്യത്തിൽ കാണുന്നത്. പുരോഹിതന്മാർ ദിവസേന വിശുദ്ധ സ്ഥലത്ത് പ്രവേശിച്ച്, മഹാപുരോഹിതൻ വർഷത്തിൽ ഒരിക്കൽ മാത്രം അവിടെ പ്രവേശിച്ച്, അത് സ്വന്തം പാപത്തിനും ജനത്തിൻ്റെ പാപത്തിനുമായിട്ട് താൻ ചെന്ന് അർപ്പിക്കുകയാണ്. ഇനി നോക്കണം, അതുവരെ ദൈവസന്നിധിയിലേക്കുള്ള ഒരു വഴി അവർക്ക് തുറന്നിട്ടില്ലായിരുന്നു. എന്തുകൊണ്ടാണ് വർഷത്തിലൊരിക്കൽ? അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ സ്ഥലമാണ്, അവിടെ എപ്പോഴും കടന്നു ചെല്ലാൻ പറ്റത്തില്ല. അവിടെ കടന്നു ചെല്ലുന്നത് വർഷത്തിലൊരിക്കലാണ്. അപ്പോൾ ശ്രദ്ധിക്കണം, ഇത് മനസ്സിലാക്കി തരുന്നത് അതുവരെ ഒരു വഴി തുറന്നിട്ടില്ലായിരുന്നു. എന്താ യേശു പറഞ്ഞത്? ഞാൻ തന്നെ വഴിയും സത്യവും ഞാനാണ് വഴി, ഐ ആം ദ വേ. നിങ്ങൾക്ക് അവരെ ജനം വന്ന് പ്രാകാരത്തിൽ നിൽക്കുകയാണ്, അവർക്ക് മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല, വഴി നിന്നു, മുമ്പോട്ടുണ്ട്. നമ്മൾ ചില സ്ഥലത്തൊക്കെ ചെല്ലുമ്പോൾ കാണത്തില്ലയോ, നോ മോർ ബിയോണ്ട് ദിസ് പോയിന്റ്, ഇതിനപ്പുറം പറ്റത്തില്ല. ഇനിയും ഇതിന് മുമ്പോട്ട് പോകണമെങ്കിൽ പെർമിഷനോട് കൂടെ മാത്രമേ മുമ്പോട്ട് പോകാൻ കഴിയത്തുള്ളൂ. അങ്ങനെ പുരോഹിതന്മാർക്ക് മാത്രമേ ചെല്ലാൻ കഴിയത്തുള്ളായിരുന്നു. ഒരു വഴി തുറന്നിട്ടില്ലായിരുന്നു. യേശു പറഞ്ഞു, ഞാൻ വന്നത് നിങ്ങൾക്ക് ജീവനുണ്ടാകുവാനും സമൃദ്ധിയായ ജീവനുണ്ടാകുവാനുമാണ്. അപ്പോൾ യേശു ക്രിസ്തുവിലൂടെ ആ വഴി നമുക്ക് തുറന്നു കിട്ടിയിരിക്കുകയാണ്. ഇനിയും അടുത്ത ഭാഗത്ത് കാണുന്നു, പഴയ നിയമത്തിൻ്റെ പരിമിതികളാണ് 8-9 വാക്യത്തിൽ കാണുന്നത്. മുൻകൂടാരം നിൽക്കുന്നിടത്തോളം വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള വഴി വെളിപ്പെട്ടിട്ടില്ല എന്ന് പരിശുദ്ധാത്മാവ് ഇതിനാൽ സൂചിപ്പിക്കുന്നു. ഈ പുറകിലുള്ള കൂടാരത്തിലേക്ക് ആളുകൾക്ക് കാണാൻ പറ്റത്തില്ല. അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? ഈ പുറകിലുള്ള വിശുദ്ധ സ്ഥലത്തെ കാണാതിരിക്കത്തക്ക രീതിയിൽ, ഒരു വിശുദ്ധ മോസ്റ്റ് ഹോളി പ്ലേസിനെ കാണാതിരിക്കത്തക്ക രീതിയിൽ ഒരു ഹോളി പ്ലേസ് അവിടെ നിൽപ്പുണ്ട്. ഈ ഹോളി പ്ലേസ് അവിടെ ഉള്ളിടത്തോളം കാലം അതിൻ്റെ പുറകിലുള്ളതിനെ കാണാൻ കഴിയത്തില്ല. ഇപ്പം മനസ്സിലായി എന്തുകൊണ്ടാണ് ആലയത്തിന് തിരശ്ശീല കീറിയത്? കാരണം ഇതുവരെ മുമ്പോട്ടുള്ളൊരു വഴി അവർക്ക് തുറന്നിട്ടില്ലായിരുന്നു. അതതിൻ്റെ പരിമിതിയെ കാണിക്കുകയാണ്. നോക്കിയേ, ആ കൂടാരം ഈ കാലത്തേക്കൊരു സാദൃശ്യമത്രേ. അതിനൊത്തവണ്ണം ആരാധനക്കാരന് മനസാക്ഷിയിൽ പൂർണ്ണ സമാധാനം വരുത്തുവാൻ കഴിയാത്ത വഴിപാടും യാഗവും അർപ്പിച്ചു പോരുന്നു. അവനൊരിക്കലും കണ്ടിട്ടില്ലാത്ത ഒരു വിശുദ്ധ സ്ഥലത്തേക്ക് വർഷത്തിലൊരിക്കൽ തനിക്ക് വേണ്ടി മഹാപുരോഹിതൻ പോകുന്നു എന്ന് പറയുന്ന സ്ഥലത്തെ അവൻ ഇതുവരെ കണ്ടിട്ടില്ല. അന്നുള്ള ആളുകൾക്കൊക്കെ പുരോഹിതന്മാരിൽ നല്ല വിശ്വാസമുണ്ട്. ഞങ്ങൾ കൊടുക്കുന്നത് അവിടെ എത്തുന്നുണ്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു എമൗണ്ട് കൊടുത്തു, അതിൻ്റെ റെസിപ്റ്റ് കിട്ടാതിരിക്കുന്നത് പോലെ ഇവരെ കൊടുത്തിരിക്കുന്ന ആ യാഗവസ്തുക്കളുമായി പുരോഹിതൻ പോകുന്നു. അവിടെ തന്നെയാണോ പോയത്? ഇവർക്കതിനെപ്പറ്റി ഒരു ഷുവർട്ടി ഇല്ല, അറിയത്തില്ല. കാരണം ഒരു മുൻകൂടാരം അവിടെ നിൽക്കുക, ഒരു തിരശ്ശീല അവിടെ നിൽക്കുക. ഇവർക്കെന്താണ് സംഭവിക്കുന്നതെന്ന് ഇതതിൻ്റെ പരിമിതിയെ കാണിക്കുകയാണ്. ഇവർക്കറിയത്തില്ല. നോക്കണം, ആ 9-ാം വാക്യം, ആ കൂടാരം ഈ കാലത്തിലേക്ക് ഒരു സാദൃശ്യമത്രേ. അതിനൊത്തവണ്ണം ആരാധനക്കാരന് മനസാക്ഷിയിൽ പൂർണ്ണ സമാധാനം വരുത്തുവാൻ കഴിയാത്ത വഴിപാടും യാഗവും അർപ്പിച്ചു പോരുന്നു. അവൻ്റെ മനസാക്ഷിയിൽ അവന് പൂർണ്ണ സമാധാനം വരുത്തുവാൻ കഴിയാത്ത വഴിപാടും യാഗവും അവൻ കാണുന്നില്ല. ഒരു കാര്യം നടക്കാതെ അല്ലെങ്കിൽ ഒരു കാര്യം അകത്ത് നടക്കുക, നമുക്കതിനെ കാണാൻ കഴിയുന്നില്ല. നമുക്ക് ഭയങ്കര ടെൻഷനാണ്. നമ്മളിൽ ചില ആളുകളൊക്കെ ചിലപ്പം ഞാൻ എൻ്റെ പേരൻസുമായിട്ട് ആദ്യത്തെ ഒരു പ്രാവശ്യം അവരുമായിട്ട് ഇങ്ങനെ US കോൺസുലേറ്റിലേക്ക് പോയപ്പം നമ്മളെ ഒരു വഴി ഒരിടത്ത് മാത്രമേ കൊണ്ടു നിർത്തുള്ളൂ. പിന്നെ ഇരുമ്പ് ഭയങ്കര ബുദ്ധിമുട്ടാണ്, നമുക്ക് അങ്ങോട്ട് കയറ്റി വിടത്തില്ല. ഇവരകത്ത് ചെല്ലുമ്പോഴെല്ലാം നമ്മുടെ മനസ്സിൽ ഇതെന്തുവാണ്, ഇത് കിട്ടിയോ, വരാൻ താമസിക്കുന്നു, 1 മണിക്കൂർ കഴിയുന്നു, 2 മണിക്കൂർ കഴിയുന്നു. ഇതുപോലെ നിങ്ങളും 2 പേര് എവിടെയെങ്കിലും പോവുകയാണ്, ഒരാളെ മാത്രം കയറ്റി വിടുന്നു. ഈ കയറിപ്പോയ ആളുകൾ പല കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് അവർക്ക് ഈ സമയം പോകുന്നൊന്നും അറിയത്തില്ല.
ഒരുപക്ഷെ അവരോടൊരു ആൾ പറയുന്നു ഇങ്ങോട്ടൊന്ന് നിൽക്കുക, അല്ല ഈ കാര്യം ഒന്ന് ചെയ്യേ. പുറത്ത് നിൽക്കുന്ന ആൾ ഒരു സമാധാനമില്ലാതെ നിൽക്കുക. ഇതുപോലെ ഈ പുരോഹിതനകത്ത് ചെന്നിട്ട് പുരോഹിതൻ പുറത്തു വരുന്നത് വരെ ഇവർക്ക് ഉള്ളിൽ ഒരു സമാധാനം ആരാധനക്കാരന് മനസ്സിന് സമാധാനം വരുത്തുവാൻ കഴിയാത്ത വഴിപാടും യാഗവും. അതുകൊണ്ടാണ് ലൂക്കോസിന് സുവിശേഷം നമ്മൾ വായിക്കുന്നത്, ധൂപം കാട്ടുവാൻ സക്കറിയ പ്രവാചകൻ പുരോഹിതൻ ആലയത്തിൽ കടന്നു പോയപ്പോൾ ജനം അവന് വേണ്ടി പുറത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് ഒരു സമാധാനവുമില്ല. ഈ പോയ ആൾ ജീവനോടെ പുറത്ത് വരുമോ? എന്ത് സംഭവിച്ചു? കാരണം ഒരു മുൻകൂടാരം അവിടെ നിൽക്കുക. മുൻകൂടാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓൾഡ് കവനൻ്റ് അവിടെ നിൽക്കുക. ഈ ഓൾഡ് കവനൻറ്റിനെ നീക്കം വരുത്താതെ പുതിയ നിയമത്തിന് വരുവാൻ കഴിയുമോ? ഇല്ല. അതുകൊണ്ടാണ് യേശുക്രിസ്തുവിൻ്റെ കാൽവറി മരണത്തോടുള്ള ബന്ധത്തിൽ ആ തിരശീല കീറിപ്പോയത്. അടുത്തൊരു കാര്യം നമ്മളിവിടെ കണ്ടു. ഇത് മനസാക്ഷിയെ ശുദ്ധീകരിക്കാൻ കഴിയുന്നില്ല. എന്താണ് ഈ മനസാക്ഷിയെ ശുദ്ധീകരിക്കാൻ കഴിയാത്ത യാഗം? അവൻ്റെ ഉള്ളിൽ പേടിയാ. അയ്യോ, ഇത് കഴിക്കുമ്പോൾ തന്നെ ഇനി നാളെയും ഞാനിത് ചെയ്യേണ്ടി വരുമല്ലോ. കാരണം മിസ്റ്റേക്ക് വന്നാൽ, കാരണം റിപ്പീറ്റഡ് ആയിരുന്നു. വരുന്ന വർഷവും ഇത് ചെയ്യണമല്ലോ, അടുത്ത വർഷവും ഇത് ചെയ്യണമല്ലോ. ഇതൊരു ടെൻഷൻ പിടിച്ച പരിപാടിയാണ്. ഇവൻ്റെ മനസാക്ഷിയിൽ അവനൊരു സമാധാനമില്ല. പക്ഷെ നമുക്ക് വേണ്ടി യാഗമർപ്പിച്ചവൻ അവനെ തന്നെ യാഗമർപ്പിച്ചു. പെർഫെക്റ്റ് ആയിരുന്നത് കൊണ്ട് നമ്മുടെ പൂർണ്ണ മനസാക്ഷിയിൽ ഒരു ഫുൾ കോൺഷ്യൻസോട് കൂടെ ദൈവസന്നിധി നമുക്ക് കടന്നു വരാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, നമുക്കുള്ളത് ഭാഗ്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു സമാധാനം, മനസാക്ഷി കർത്താവ് ഒരു സമാധാനം നൽകിയിട്ടുണ്ട്. പഴയ നിയമത്തിൻ്റെ പഴയ യാഗത്തിൻ്റെ പ്രത്യേകത പാപത്തെ പൂർണ്ണമായി നീക്കാൻ അതിന് കഴിഞ്ഞിട്ടില്ല. അവിടെ ശരീരത്തിൻ്റെ ശുദ്ധി മാത്രമേ ലഭിച്ചിരുന്നുള്ളൂ. ഇത് താൽക്കാലികമായ ഒരു ക്രമീകരണമായിരുന്നു. നോക്കണം, എന്താ 10-ാം വാക്യത്തിൽ വായിക്കുന്നത്? അപ്പോൾ ഭക്ഷ്യങ്ങൾ, പാനീയങ്ങൾ, വിവിധ സ്നാനങ്ങൾ എന്നിവയോടുകൂടെ ഗുണീകരണ കാലത്തോളം ചുമത്തിയിരുന്ന ജഡീയ നിയമങ്ങളത്രേ. ആ നിയമത്തിൻ്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? ചിലതിനോടുകൂടെ ഭക്ഷണങ്ങളുണ്ട്, പാനീയങ്ങളുണ്ട്, സ്നാനങ്ങളുണ്ട്. ഇവ എന്ത് ചെയ്തിരിക്കുകയാണെന്നറിയാമോ? അതിനെ ഈ ആളുകളെ ഗുണീകരണം, ഇവരെ ഒന്ന് ട്രെയിൻ ചെയ്യിപ്പിക്കുന്നത് വരെ അവരുടെ ശരീരത്തിൽ ചുമത്തിയിരുന്ന ജഡീക നിയമങ്ങളായിരുന്നു. ഇങ്ങനെ ചെയ്യണം. ഒരു യാഗത്തിന് പോകുമ്പം, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു യാഗം അർപ്പിക്കപ്പെടുമ്പം ഈ പച്ചമാംസം കത്തുമ്പം ഇവർക്ക് മനസ്സിലാകും, അയ്യോ, ഞാൻ ദഹിക്കേണ്ടുന്ന സ്ഥലത്താണ് ഈ മൃഗം എനിക്ക് വേണ്ടി ദഹിക്കപ്പെട്ടത്. ഓരോ യാഗങ്ങളും അർപ്പിക്കപ്പെടുമ്പം ആ മാംസം അവിടുന്ന് കത്തുമ്പം ആ മാംസം വിളിച്ചറിയിക്കുന്നത്, നീ കത്തേണ്ടിടത്ത് ഞാൻ നിനക്കായി കത്തുന്നു. ഇതെല്ലാം നിഴലായിരുന്നു. ഇതാ നമുക്ക് വേണ്ടി ഒരുവൻ സാക്ഷാൽ കടന്നു വന്ന് അവസാനത്തുള്ളി രക്തം വരെ ചീന്തി നമുക്ക് വേണ്ടി ജഡീക നിയമങ്ങളായിട്ടല്ല, ഒരു ആത്മീക നിയമം നമ്മുടെ ഉള്ളിലാക്കത്തക്ക രീതിയിൽ അവൻ നമുക്ക് വേണ്ടി മരിച്ചു, അവൻ നമുക്ക് വേണ്ടി അടക്കപ്പെട്ടു, അവൻ നമുക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റു. ഇന്നും പിതാവിൻ്റെ സന്നിധിയിൽ നമുക്ക് വേണ്ടി പക്ഷപാതം കഴിച്ചുകൊണ്ടിരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ഭാഗത്തേക്ക് നമുക്ക് പോകാം. പുതിയ ഒരു വിശുദ്ധ മന്ദിരം നോക്കണം. എന്താണ് ഇവിടെയാണ് ഈ അധ്യായത്തിൻ്റെ ഒരു വഴിത്തിരിവെന്ന് പറയുന്നത്. ക്രിസ്തുവോ വരുവാനുള്ള നന്മകളുടെ മഹാപുരോഹിതനായി വന്നിട്ട് കൈപ്പണിയല്ലാത്തതായി എന്ന് വെച്ചാൽ ഈ സൃഷ്ടിയിൽ ഉൾപ്പെടുത്താത്തതായി വലിപ്പവും തികവുമേറിയ ഒരു കൂടാരത്തിൽ കൂടി ആട്ടുകൊറ്റന്മാരുടെയും പശുക്കിടാകളുടെയും രക്തത്താലല്ല, സ്വന്തം രക്തത്താൽ തന്നെ ഒരിക്കലായിട്ട് വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ച് എന്നേക്കുമുള്ള ഒരു വീണ്ടെടുപ്പ് സാധിപ്പിച്ചു. നിങ്ങൾ ആ വാക്യം നോക്കണം. ക്രിസ്തുവോ വരുവാനുള്ള നന്മകളുടെ മഹാപുരോഹിതനായി വന്നിട്ട് കൈപ്പണിയ അല്ലാത്തതായി എന്ന് വെച്ചാൽ ഈ സൃഷ്ടിയിൽ ഉൾപ്പെടുത്താത്തതായി വലിപ്പവും തികവുമേറിയ ഒരു കൂടാരത്തിൽ. യേശുക്രിസ്തുവിനെ പറ്റി പറയുന്നത് ഹീ ഈസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദിസ് ക്രിയേഷൻ. നമ്മളെല്ലാം ഉൾപ്പെട്ടിരിക്കുന്നത് ഈ ക്രിയേഷനിലാണ്. നമ്മളെല്ലാം ജനിച്ചിരിക്കുന്നതും നമ്മളെല്ലാം ഇവിടെ ആരും യേശുക്രിസ്തുവിനെ പോലെ ജനിച്ചവരാരും ഇവിടില്ല. നമ്മളെല്ലാം ആദമിക്
നേച്ചറിൽ ജനിച്ചവരാണ്. ആദാമ്യ പാപത്തിലൂടെ വന്നിട്ടുള്ളവരാണ്. അതുകൊണ്ടാണ് നമ്മളിൽ മരണമുള്ളത്. യേശുവിൽ മരണമില്ലായിരുന്നു. അവനിൽ മരണം, നമ്മുടെ മരണം, അവൻ്റെ നീതി നമ്മുടെ മേൽ ചുമത്തിയിട്ട് നമ്മുടെ മരണം അവൻ ഏറ്റെടുത്തത് കൊണ്ടാണ് യേശു നമുക്ക് വേണ്ടി മരിച്ചത്. യേശു ഈ ഭൂമിയിൽ എന്ന് വെച്ചാൽ ഈ സൃഷ്ടിയിൽ ഉൾപ്പെടാത്ത തികവേറിയ ഏറ്റവും പെർഫെക്റ്റായ ഒരു കൂടാരത്തിലൂടെ. അതെന്താണ്? യേശുക്രിസ്തുവിൻ്റെ ജനനത്തെ കാണിക്കുകയാണത്. യേശുക്രിസ്തുവിൻ്റെ ജനനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവിനാൽ ഉള്ള ജനനമാണ്. അപ്പോൾ പരിശുദ്ധാത്മാവിനാൽ ജനിക്കപ്പെട്ട യേശുക്രിസ്തു എങ്ങനെയാണ്? ഏറ്റവും ആ വാക്യം നോക്കണം. ആട്ടുകൊറ്റന്മാരുടെയും ക്രിസ്തുവോ വരുവാനുള്ള നന്മകളുടെ മഹാപുരോഹിതനായി വന്നിട്ട് കൈപ്പണി അല്ലാത്തതായി എന്ന് വെച്ചാൽ, നിങ്ങൾ നോക്കിയോ, കൈപ്പണി അല്ലാത്തതായി എന്ന് വെച്ചാൽ ഈ സൃഷ്ടിയിൽ ഉൾപ്പെടാത്തതായി വലുപ്പവും, ഈ സൃഷ്ടിയിൽ, ഈ ക്രിയേഷനിൽ, ഈ ഭൂമിയിലെ ക്രിയേഷനിൽ. അതുകൊണ്ടാണ് യേശുവിനെ പറ്റി പറയുന്നത് അവൻ സൃഷ്ടിയല്ല, അവൻ സൃഷ്ടിതാവാണ്. നമ്മളെല്ലാം സൃഷ്ടിയിൽ ഉൾപ്പെടുന്നവരാണ്. സൃഷ്ടിയിലാണ് ബലഹീനതയുള്ളത്. എല്ലാ സൃഷ്ടിയും ഈറ്റുനോവോടുകൂടെ കാത്തിരിക്കുകയാണ്. ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനായി കാത്തിരിക്കുന്നുവെന്ന് റോമാലേഖനത്തിൽ നമ്മൾ പഠിച്ചതാണ്. അപ്പം നോക്കണം, ഈ സൃഷ്ടിയിൽ ഉൾപ്പെടുത്താത്തതായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യേശുക്രിസ്തു എന്ന് പറയുന്നത് തികവേറിയ പെർഫെക്റ്റ് വൺ. കാരണം ഈ ഭൂമിയിൽ ഉൾപ്പെടുന്നതാണെങ്കിൽ അതിൽ ബലഹീനത വരും, ക്ഷയം വരും, അതിൽ മരണം വരും. അപ്പം നമ്മുടെ ഉള്ളിൽ പെട്ടെന്നൊരു ചോദ്യം വരും, എന്തുകൊണ്ടാണ് പിന്നെ യേശു മരിച്ചത്? ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ യേശു നമ്മുടെ പാപങ്ങളെ താൻ വഹിച്ച് ആ പഴയ നിയമത്തിലെ നിഴലായി നിൽക്കുന്ന ആട്ടുകൊറ്റൻ്റെ മേൽ ഈ പാപം ചുമത്തിയിട്ട് അതിനെ കൊല്ലുന്നത് പോലെ, അത് ഒരിക്കലും മനുഷ്യന് വേണ്ടി മരിക്കുകയല്ല, അതിനെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. ഇതുപോലെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു നമുക്കായിട്ട് അവനെ ഏൽപ്പിച്ചു തരികയാണ്. ഏൽപ്പിച്ച് തന്നിട്ട് നമുക്ക് വേണ്ടി അവൻ മരിക്കുന്നു. കാൽവറിയിലെ മരണം എന്താ കാണിക്കുന്നത്? ഹി ഗേവ് ഹിംസെൽഫ് ഫോർ ഓൾ ഓഫ് us. അവൻ നമുക്ക് വേണ്ടി, നാം എല്ലാവർക്കും വേണ്ടി, ഹി ഡൈഡ് വൺസ് ഫോർ ഓൾ. അവനെ ഒരിക്കലായിട്ട് എല്ലാവർക്കുമായി വേണ്ടി മരിച്ചു. അതാണ് നമ്മെ കാണിക്കുന്നത്. ആട്ടുകൊറ്റന്മാരുടെയും പശുക്കിടാങ്ങളുടെയും രക്തത്താലല്ല, സ്വന്തം രക്തത്താൽ തന്നെ ഒരിക്കലായി വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ച് എന്നേക്കുമുള്ളൊരു വീണ്ടെടുപ്പ് സാധിച്ചു. നോക്കണം, പഴയ നിയമത്തിലെ റിഡംഷനും വീണ്ടെടുപ്പും എന്നേക്കുമുള്ളതല്ല, അതിനൊരു ലിമിറ്റേഷൻ ഉണ്ടായിരുന്നു. നോക്കണം, ആട്ടുകൊറ്റന്മാരുടെയും കാളകളുടെയും രക്തവും മലിനപ്പെട്ടവരുടെ മേൽ തളിക്കുന്ന പശുഭസ്മവും ജഡീകശുദ്ധി വരുത്തുന്നു എങ്കിൽ നിത്യാത്മാവിനാൽ ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി അർപ്പിച്ച ക്രിസ്തുവിൻ്റെ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിക്കുവാൻ നിങ്ങളുടെ മനസാക്ഷിയെ നിർജീവ പ്രവർത്തികളെ പോക്കി എത്രയധികം ശുദ്ധീകരിക്കും. ഇന്നത്തെ ക്ലാസ് ഞാൻ മുമ്പോട്ട് കൂടുതലായിട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ഇത് പിന്നീട് നമുക്ക് കേൾക്കാനുള്ളതായതുകൊണ്ട് ഒരു ലെന്തി വീഡിയോയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല. ഇന്ന് ഈ അധ്യായം തീർക്കണമെന്ന് ആഗ്രഹിച്ചാണ്, അത് സാധിച്ചില്ല. ഈ വാക്യം കൊണ്ട് ഞാനിവിടെ നിർത്താൻ ആഗ്രഹിക്കുകയാണ്. നമ്മൾ ഈ വാക്യം ഇവിടെ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പറയപ്പെട്ട ലിമിറ്റേഷനുള്ള യാഗം അവിടെയുള്ള ആട്ടുകൊറ്റന്മാരുടെയും പശുക്കിടാങ്ങളുടെയും കാളക്കിടാങ്ങളുടെയും ഒക്കെ അതിൻ്റെ ഭസ്മം, അതിൻ്റെ ചാരം മനുഷ്യ ശരീരത്തിലേക്കോ അല്ലെങ്കിൽ വസ്തുക്കളേക്കോ വീഴുമ്പോൾ അതിന് ശുദ്ധി വരുത്തുവാൻ കഴിഞ്ഞു എങ്കിൽ നിത്യാത്മാവിനാൽ ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി അർപ്പിച്ച ക്രിസ്തുവിൻ്റെ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിക്കുവാൻ നിങ്ങളുടെ മനസാക്ഷിയെ നിർജീവ പ്രവൃത്തികളെ പോക്കി അത്രയധികം ശുദ്ധീകരിക്കും. ഇവിടെ ഒരു വലിയ കമ്പാരിസണിലേക്ക് വന്നിരിക്കുകയാണ്. നമ്മളെ എത്രയധികം ശുദ്ധീകരിക്കുന്ന ഒരു വലിയ യാഗം നമുക്ക് വേണ്ടി അർപ്പിക്കപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, ഈ രാത്രി നമുക്ക് സന്തോഷിക്കുവാൻ വകയുണ്ട്, നമുക്ക് ആനന്ദിക്കുവാൻ വകയുണ്ട്. നമുക്ക് വേണ്ടി മറുവിലയായി അർപ്പിക്കപ്പെട്ട ഒരുവൻ നമുക്ക് വേണ്ടിയുണ്ട്. ഇന്ന് രാത്രിയിൽ ആ വിലയെ നാം തിരിച്ചറിയണം. എത്ര പേർക്ക് ഇന്ന് രാത്രികാലം ഈ വചനത്തിൻ്റെ സത്യത്തെ മനസ്സിലാക്കുവാൻ കഴിഞ്ഞു? ഒരു പഴയ നിയമ സ്വാഞ്ചറി ഉണ്ടായിരുന്നു, ഒരു ഇടമുണ്ടായിരുന്നു, എന്നാൽ ഒരു പുതിയ ഇടം അവിടെ വന്നു. അത് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു. ഒരു
പഴയ മന്ദിരമുണ്ടായിരുന്നു. ആ പഴയ മന്ദിരം എന്തുകൊണ്ട് മാറിപ്പോയി? എന്തുകൊണ്ടൊരു പുതിയ മന്ദിരം വന്നു? അവിടെ അർപ്പിക്കപ്പെടുന്ന യാഗങ്ങൾ മനുഷ്യന്, ആ പശുക്കിടാങ്ങളുടെ ഒക്കെ ഭസ്മം മനുഷ്യന് ജഡീക ശുദ്ധി വരുത്തിയെങ്കിൽ, നിത്യാത്മാവിനാൽ ഈ ഭൂമിയിലേക്ക് വന്ന നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു അവൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവർക്ക്, നമ്മൾക്ക് നമ്മുടെ മനസാക്ഷിയെ അവൻ്റെ രക്തം എത്രയധികം ആരാധനയ്ക്കായി ശുദ്ധീകരിക്കുന്നു. നമ്മുടെ മനസാക്ഷിയുടെ ശുദ്ധീകരണത്തിനായി നമുക്ക് നൽകിയിരിക്കുന്നത് ഈ ഭൂമിയിലെ ചട്ടങ്ങളൊന്നുമല്ല. നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ അല്ല നമ്മുടെ മനസാക്ഷിയിൽ നമുക്ക് ലഭിക്കുന്നത്. നമുക്ക് ലഭിച്ചിരിക്കുന്നത് എൻ്റെ പാപങ്ങൾക്കായി ഒരുവൻ മരിച്ചു. ഈ ഭൂമിയിൽ എത്രയോ ആളുകളാണെന്നറിയാമോ, അവർ സംതൃപ്തരല്ല. ചില ആളുകൾ ചിലത് ചെയ്യുന്നു, പിന്നീട് സ്വന്തം മക്കളെ പോലും അവർ ബലിയർപ്പിക്കുന്നു. അവരെത്രയോ പണമാണ്, എത്രയോ സമ്പത്താണ് പല സ്ഥലങ്ങളിലും ഈ സമാധാനത്തിന് വേണ്ടി കൊടുക്കുന്നത്. എന്നാൽ ഒന്നും വേണ്ട, കർത്താവിൻ്റെ സന്നിധി കടന്നു വരുന്നവർക്ക് ആരാധിക്കുവാൻ അവരുടെ മനസാക്ഷിയെ ബലപ്പെടുത്തുന്ന ഒരു വലിയ യാഗം നമുക്ക് വേണ്ടി അർപ്പിക്കപ്പെട്ടു. ഇന്നേക്ക് 2000 വർഷങ്ങൾക്കപ്പുറം കാൽവറിയുടെ കുലക്കളത്തിൽ യേശുക്രിസ്തുവിൻ്റെ പരമയാഗവും യേശുക്രിസ്തുവിൻ്റെ അടക്കവും ഉയർത്തെഴുന്നേൽപ്പും, യേശുക്രിസ്തു ഇന്നും നമുക്ക് വേണ്ടി പിതാവിൻ്റെ വലത് ഭാഗത്തിരിക്കുന്നു എന്നുള്ള ആ വചന സത്യം ഇന്ന് രാത്രികാല ഹൃദയത്തിൽ അങ്ങോട്ട് ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് പറയാൻ കഴിയും, നമ്മെ വീണ്ടെടുത്തത് പൊന്നെ വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തുവെന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം കൊണ്ട് നമ്മെ വീണ്ടെടുത്തിരിക്കുന്നു. കർത്താവിൻ്റെ വചനം എല്ലാവർക്കും അനുഗ്രഹമായി തീരട്ടെ. കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. കർത്താവ് നമ്മെ സഹായിക്കട്ടെ.